അടുത്ത മാസം നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന മാസത്തിന്റെ പേരെന്തുവാ? ജാനുവരി. ജാനുവരി എന്നുള്ള വാക്ക് എവിടുന്ന് വന്നതാണെന്നറിയാമോ? ജാനസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രീക്ക് ദേവന്റെ ശബ്ദത്തിൽ, അതൊരു മിത്തോളജിയാണ്, നമ്മളത് വിശ്വസിക്കുന്നില്ല, കാരണം നമ്മുടെ അടിസ്ഥാനമല്ല. എന്നാലും അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ ജാനസ് ദേവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 മുഖങ്ങളുണ്ട്. ഒരു മുഖം നേരെ നോക്കുമ്പോൾ മറ്റേ മുഖം പുറകിലേട്ടാണ് നോക്കുന്നത്. 2 തലകളാണ്. അപ്പോൾ ഒന്ന് മുമ്പോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു, ഒന്ന് പുറകിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് വലിയൊരു ആത്മീയ മർമ്മമുണ്ട്. നമ്മൾ ഈ ഡിസംബർ 31 തീയതി രാത്രി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതായുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, വി ഹാവ് ടു ലുക്ക് ബാക്ക്. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കണം. 2024 ജനുവരി 1 തീയതി മുതൽ ഈ നിമിഷം വരെ നമ്മളെ നടത്തിയതായുള്ള ദൈവകൃപ, ഈ നിമിഷം വരെ നമ്മളെ കൊണ്ടുവന്നതായിട്ടുള്ള ദൈവ സ്നേഹം, അവന്റെ കരുണ, അവന്റെ ദയ, അവന്റെ വിശ്വസ്തത എത്ര വലുതാണെന്നോർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ സാമർഥ്യമല്ല, നമ്മുടെ കഴിവല്ല, കുടുംബ ശ്രേഷ്ഠതയല്ല, വിദ്യാഭ്യാസത്തിന്റെ മഹിമയല്ല, കൃപയാൽ 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 മാത്രം. ഹല്ലേലൂയ. ബൈ ഗ്രേസ് ആൻഡ് ഗ്രേസ് ആൻഡ് ഗ്രേസ് അലോൺ നമുക്ക് ഇന്ന് രാത്രിയിലും അവന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം സഹായിച്ചതോർത്ത് ഞങ്ങൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളെ സാധാരണ ഈ ജനുവരി മാസം എന്ന് പറയുന്നത് കണക്കെടുപ്പിന്റെ, ഡിസംബർ അവസാനം ജനുവരി ആദ്യം എന്ന് പറയുന്നത് ഒരു കണക്കെടുപ്പിന്റെ വർഷമാണ്. എല്ലാ സ്ഥാപനങ്ങളും അവരുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ മുഴുവൻ കണക്കും എടുത്ത് ആ കണക്കുകൾ ടാലി ചെയ്ത് അത് പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി നമ്മുടെ ദൈവമായിട്ടുള്ള അക്കൗണ്ട് ഒന്ന് സെറ്റിൽ ചെയ്ത് വേണം നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ. പ്രിയമുള്ളവർ, ഇതിന്റെ അടിസ്ഥാനമായിട്ട് ഒരു ഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങള്, 17 മുതൽ 30, 31, 32, ഏതാണ്ട് 38 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എടുത്തു വായിക്കാൻ സമയം പോകുമല്ലോ, പിന്നെ നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. അവിടെ നാം കാണുന്നത് കർമ്മേൽ പർവ്വതത്തിൽ ഒരു ഏലിയാവിനെ കാണുകയാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസബേലും ആഹാബും അവന്റെ ദുഷ്ടയായ ഭാര്യ ഇസബേലും ഇസ്രായേൽ ജനത്തെ മുഴുവൻ ആഭിചാരത്തിലേക്കും ബാൽവിഗ്രഹങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് അവിടെ നിലനിൽക്കാനായിട്ട് വളരെ പ്രയാസമേറിയതാണ് സാഹചര്യത്തിൽ തിശ്ബ്യനായ ഏലിയാവിന് ദൈവത്തിന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുകയാണ്, നീ ചെന്ന് ആഹാബിനോട് പറയണം, ഞാൻ അരുളി ചെയ്തല്ലാതെ അടുത്ത 3 വർഷക്കാലം ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന് ഏലിയാവിനോട് ചെന്ന് പറയുകയും അങ്ങനെ ഏലിയാവ് ചെന്ന് പറയുകയും ചെയ്തതിന് ശേഷം 3 വർഷത്തിന്റെ അവസാനമായപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം. അങ്ങനെ ആഹാബിന് തന്നെ അവിടെയെല്ലാം ഞാൻ ഒരുപാട് അങ്ങ് സ്കിപ്പ് ചെയ്യാം. ആഹാബിന് തന്നെ കാണിക്കാനായിട്ട് ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിലേക്ക് ചെന്നിട്ട് ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ബാൽവിഗ്രഹങ്ങളെ സേവിക്കുന്ന പ്രവാചകന്മാരെയും എല്ലാവരെയും നിങ്ങൾ കൂട്ടി വരുത്തണം. അശേരാ പ്രതിഷ്ഠകൾ, ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിക്കുന്ന അശേരാ പുരോഹിതന്മാർ, ബാൽവിഗ്രഹങ്ങളെ സേവിക്കുന്ന പ്രവാചകന്മാർ, അവന്റെ എല്ലാവരെയും കർമ്മേൽ പർവ്വതത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കറിയാം, ഏലിയാവ് പറയാണ്, നമുക്ക് 2 കാളയെ തെരഞ്ഞെടുക്കാം. ഒരു കാളയെ അവർക്ക് കൊടുത്താട്ട് അവർ യാഗം കഴിക്കട്ടെ. ഈ തീ കൊണ്ട് ഒരു കാളയെ ഞാൻ ഈ യാഗം കഴിക്കാം. ഏത് ദൈവമാണ് തീ കൊണ്ട് ഉത്തരമല്ലെന്ന്? ആ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം ആമേനെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏലിയാവ് അവരുടെ ബാലിന്റെ പ്രവാചകന്മാർ അവര് യാഗപീഠം ഒരുക്കി അവരെ നിന്നുകൊണ്ട് നിലവിളിച്ചു. ഉച്ചവരെ ഏലിയാവ് അവർക്ക് അവസരം കൊടുക്കുക. ആദ്യം നോക്കണം ഏലിയാവിന്റെ ഒരു ധൈര്യം. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ ചെയ്യാദ്യം. ഏലിയാവ് അവർക്ക് അവസരം കൊടുത്തു. അവർ ഉച്ചവരെ കിടന്ന് നിലവിളിച്ചു. അവര് കാളെ, അവർക്ക് കിട്ടിയ കാളയെ
കണ്ണമായി അറുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ഉച്ചവരെ നിലവിളിച്ചു. ഒരനക്കമാവിയില്ല. ഏലിയാവ് കളിയാക്കാനായിട്ട് തുടങ്ങി. ഏലിയാവ് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളുടെ ദൈവം ഉറങ്ങുകയായിരിക്കും, ചിലപ്പോൾ വെളിക്കിറങ്ങാൻ പോകാതിരിക്കുകയായിരിക്കും, അതുകൊണ്ട് അവനെ ഉണർത്ത്. അപ്പോൾ ഇവരിങ്ങനെ കിടന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ച് ദേഹത്ത് തന്നെ താൻ മുറിവേൽപ്പിച്ച് കിടന്ന് ബഹളം വെക്കുക. ഒന്നും സംഭവിച്ചില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഏലിയാവ് അങ്ങോട്ട് അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ ചെയ്ത ഒരു കാര്യം ഉണ്ടെന്നറിയാമോ? ഇടിഞ്ഞ് കിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം 2024 അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും യാഗപീഠത്തിന്റെ ഏതെങ്കിലും കല്ലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതൊന്ന് എടുത്ത് ഒന്ന് പണിയാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ബുദ്ധി പറയുക. ഒരു പക്ഷേ കഴിഞ്ഞ 2024 നിങ്ങളുടെ പ്രാർത്ഥനയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ആരോടെങ്കിലുമുള്ള ബന്ധത്തിൽ ആ ബന്ധത്തിന്റെ കല്ല് ഇടിഞ്ഞു കിടക്കുകയാണ്. എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ട് അത് ഇന്നും ശരിയാക്കാതെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ശാന്തമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. ഞാൻ ശാന്തമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കി ആ യഹോവയുടെ യാഗപീഠം ഒന്ന് നന്നാക്കി ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഏലിയാവ് കാളെ കണ്ണുമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെച്ചുക. ഏലിയാവ് അധികം ഒന്നും പ്രാർത്ഥിച്ചില്ല. ഒറ്റ പ്രാർത്ഥന, ഒരു മിനിറ്റ് പോലും നീളാത്ത പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ച്. ദൈവമേ, ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ കൽപ്പന പ്രകാരം ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്നും ഈ ജനം അറിയേണ്ടതിന് നീ തീ കൊണ്ട് ഉത്തരമരണം. അവിടെ ഏലിയാവ് കാണിച്ച വലിയൊരു ധൈര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാലിന്റെ പ്രവാചകന്മാർ യാഗവസ്തുവിന്മേൽ വെള്ളം കോരി ഒഴിച്ചില്ല. പക്ഷെ ഏലിയാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഈ യാഗപീഠത്തിന് ചുറ്റും നിങ്ങൾ വലിയ ആഴത്തിൽ ഒരു കുഴി കുഴിക്കണം. ഈ യാഗപീഠത്തിന്മേൽ 4 തൊട്ടി വെള്ളം ഒഴിക്കണം. ഒഴിച്ച് ഈ വെള്ളം ഈ ചാലിൽ മുഴുവൻ നിറയണം. നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാനുഷികമായി നനഞ്ഞ യാഗവസ്തു കത്തുമോ? ഒരിക്കലും കത്തത്തില്ല. അപ്പോൾ ഏലിയാവിന് അറിയാം അവൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. നാം സേവിക്കുന്ന ദൈവം, നാം പിൻപറ്റുന്ന ദൈവം, പാരമ്പര്യങ്ങളെ വിട്ട് നാം ഈ കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചെങ്കിൽ നമ്മളെ മാനിക്കുന്നവൻ, നമ്മളെ ഉയർത്തുന്നവൻ, നമ്മുടെ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കി നമ്മളെ നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവർ ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. അവന്റെ സ്നേഹം അത്ര വലുതാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. യാഗപീഠത്തിന്റെ എവിടെങ്കിലും കല്ലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടോ? പ്രാർത്ഥനയാകുന്ന യാഗപീഠം എവിടെങ്കിലും ഇടിഞ്ഞു കിടപ്പുണ്ടോ? മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലെ യാഗപീഠം എവിടെങ്കിലും ഇടിഞ്ഞു കിടപ്പുണ്ടോ? കൊടുക്കൽ വാങ്ങലുകളിൽ എവിടെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ആരുടെയെങ്കിലും നിന്നും കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാനുണ്ടോ? ഞാൻ ഈ സമയത്ത് ബ്രദർ പി ജി വറീസിനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം. അദ്ദേഹം ഒരു പാട്ടുപുസ്തകം അദ്ദേഹത്തിന്റെ സഭയിൽ നിന്ന് താൻ പാസ്റ്റർ അറിയാതെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കുറെ താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അത് ഓർമ്മിപ്പിച്ചു, മോനെ നീ ആ പാട്ടുപുസ്തകം തിരിച്ചു കൊടുക്കണം. അപ്പം അദ്ദേഹം വിചാരിച്ചു, ആ പാസ്റ്റർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? വല്ലാത്ത സ്ട്രഗിളായിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹം തീരുമാനിച്ചു ആ പാസ്റ്ററിന് ആ പാട്ടുപുസ്തകം തിരിച്ചയച്ചു കൊടുക്കണം. അദ്ദേഹം പാട്ടുപുസ്തകം പാക്ക് ചെയ്തു. അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പാട്ടുപുസ്തകം പാക്ക് ചെയ്തു. അഡ്രസ്സ് സ്വന്തം കൈകൊണ്ട് എഴുതാതെ അദ്ദേഹം അഡ്രസ്സ് ഇടത്തെ കൈകൊണ്ട് എഴുതി. കാരണം ഇദ്ദേഹമാണ് ഇത് അയച്ചതെന്ന് ഈ പാസ്റ്റർ ഒരിക്കലും അറിയരുത്. പക്ഷേ ആ എഴുത്ത് അവിടെ ബുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, പ്രിയ വറീസേ, നീ അല്ലാതെ മറ്റാരും ഇത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈ ബുക്ക് കടം വാങ്ങിച്ചാൽ നമ്മൾ ആരും തിരിച്ചു കൊടുക്കത്തില്ല. എൻ്റെ ഒരുപാട് നല്ല ബുക്കുകൾ ഉണ്ടായിരുന്നു. ടി.എൽ. ഓസ്ബോണിന്റെ ഹൗ ടു റിസീവ് മിറക്കിൾ ഹീലിംഗ്, പിന്നെ പവർ ഓഫ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, വളരെ പ്രശസ്തമായ ഒരുപാട് ബുക്കുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ ബുക്കുകൾ മുഴുവൻ പലർക്കും വായിക്കാൻ കൊടുത്തു. 99% ആളുകളും ഇതേവരെ തിരിച്ചു തന്നിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കോ ഒരു ബുക്കല്ലേ, സാറിൻ്റെ അടുത്ത് ഒരു ബുക്ക് വാങ്ങിച്ച് എന്തോ തിരിച്ചു കൊടുക്കാനാ?
അല്ല പ്രിയമുള്ളവർ. നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് വായിച്ചിട്ട് മടക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മടക്കി കൊടുത്തിരിക്കണം. We have to settle that issue. No doubt for that. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ ഏതെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയ്ക്ക് ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയിട്ട് ഈ യാഗവസ്തുവിനെ മുഴുവനായിട്ട് കൊണ്ട് ദഹിപ്പിച്ചു, അല്ലേ? യാഗവസ്തുവിനെ മുഴുവനായിട്ട് ദഹിപ്പിച്ചത് മാത്രമല്ല, തോട്ടിലെ വെള്ളം കൂടെ കത്തിപ്പോയി. ഹല്ലേലൂയ. ഇത് കണ്ട സകല ജനവും പറഞ്ഞു, യഹോവയാണ് ദൈവം. അശേര പ്രതിഷ്ഠകളിലെ അശേര പുരോഹിത ബാലിന്റെ പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിക്കുന്ന സകല എണ്ണത്തിനെയും ഏലിയ പറഞ്ഞു, ഒരെണ്ണം ചാടിപ്പോകരുത്, എല്ലാത്തിനെയും കിദ്രോൻ തോട്ടിന്റെ അവിടെ കൊണ്ടുവച്ച് കഴുത്തറുത്ത് കൊന്നേക്കാൻ പറഞ്ഞു. വലിയ ഒരു നിഗ്രഹം അവിടെ നടന്നു. ദൈവത്തിന്റെ നാമം മഹിമപ്പെടുത്തു. കാരണം എന്താണെന്നറിയാമോ? ഏലിയാവ് he stood firm for the Lord. അവൻ യാഗപീഠം നന്നാക്കി, യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിനെ വെച്ചു, അതിന്മേൽ വെള്ളമൊഴിച്ചു, തീക്കായി പ്രാർത്ഥിച്ചപ്പോൾ തീ കൊണ്ട് ദൈവം ഉത്തരമരളി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യാഗമെന്താ? റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്കറിയാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാഗപീഠം നമ്മുടെ ഉള്ളിലാണ്. കാരണം നമ്മളെ യഹോവ വസിക്കുന്ന ആലയമാണ്. We are the temple of the spirit of the living God. വചനം അത് പഠിപ്പിക്കുകയാണ്. വചനം വ്യക്തമായി പറയാണ്, know ye not that ye are the temple of the spirit of the living God. ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള ആലയമാണ് നാം. അങ്ങനെയാണെങ്കിൽ ഈ ആലയത്തിൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ തന്നെയാണ് യാഗവസ്തു. പക്ഷെ യാഗവസ്തു എങ്ങനെ ആയിരിക്കണം? ജീവനുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഒരനുഭവമുള്ള വ്യക്തിയായിരിക്കണം. ജീവനുണ്ടായിരിക്കണം. വിശുദ്ധിയുള്ള യാഗം. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മുടെ യാഗവും എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധമായിരിക്കണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. വളരെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഡോണ്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ്. ഈ ലോകത്തിനോട് നമ്മൾ അനുരൂപരാകാൻ നമുക്ക് സാധ്യമല്ല പ്രിയമുള്ളവരെ. ഈ ലോകത്തില് മറ്റുള്ളവർ നടക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർ വസ്ത്രധാരണം ചെയ്യുന്ന പോലെ നമുക്ക് വസ്ത്രധാരണം ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. We have to keep ourselves separate from all these things. കാരണം ജീവനുള്ള യാഗമായി, വിശുദ്ധിയുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ജീവിതത്തെ തന്നെ ഈ യാഗപീഠത്തിന്മേൽ നമ്മൾ വെക്കുമ്പോഴാണ് ദൈവത്തിന്റെ തീ ഇറങ്ങി. ഹല്ലേലൂയ. അവന്റെ ശക്തമായ അഭിഷേകത്താൽ നമ്മളെ നിറച്ച് അവന്റെ മഹത്വത്തിനായി ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഈ 2024 അവസാന നിമിഷങ്ങളില് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പറയാം. യാഗപീഠം ഒന്ന് പുതുക്കി പണിയാം. നമ്മെ തന്നെ ആ യാഗപീഠത്തിന്മേൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇനി പുതിയ വർഷത്തേക്കുള്ള ഒരു ദൂതാണ്. നമ്മൾ മുമ്പോട്ട് നോക്കാൻ പോവുകയാണ്. ഈ പുതിയ വർഷത്തില് നിങ്ങളുടെയൊക്കെ ജീവിതത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുന്നൊരു പ്രവാചകൻ ഇവിടെ അങ്ങ് വന്നെന്ന് വിചാരിക്കുക. ഇവിടെ ഇതിനകത്ത് ഉൾക്കൊള്ളൂ. അയ്യോ, ജനം മുഴുവൻ ഓടിക്കൂടും അല്ലേ? ഈ നമുക്കെല്ലാം മാനുഷികമായിട്ടുള്ളൊരു വലിയ ബലഹീനതയാ. ഇന്നത്തെ കാര്യം അധികം അറിഞ്ഞില്ലെങ്കിലും നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളാരും ഇവരെല്ലാം നല്ലവരാ കേട്ടോ. ബസ് ഇവർക്ക് ആർക്കും ആ ഒരു പ്രേരണ ഇല്ല.
നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താകും? നാളെ എൻ്റെ കാര്യം എന്താകും? എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? ഇങ്ങനെ നാളെ 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 അല്ലേ? എപ്പോഴും നമ്മൾ നാളെ കുറിച്ച് ഭാരപ്പെടുന്ന നമ്മൾ നാളെ കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് ഭാരപ്പെട്ടു, ദൈവം അതിന് മറുപടി തന്നു, പിന്നെയും നമ്മുടെ ചിന്ത എന്തുവാ? ഇനി ഇത് അടുത്തത് നടക്കുമോ? അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മളോട് വ്യക്തമായി ആരെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടിയാണ് മനുഷ്യർ മുഴുവൻ ആരുടെ എല്ലാം പുറകെ നടക്കുന്നത്? പ്രവാചകന്മാരുടെയും പിന്നെ കൈനോട്ടക്കാരുടെയും ലക്ഷണം പറയുന്നവൻ്റെയും മുഖം നോക്കി ലക്ഷണം പറയുന്നവൻ്റെ ഒക്കെ മനുഷ്യർ ഓടുന്നതിൻ്റെ കാരണം ഇതാ അല്ലേ? ഈ മനോരമ ആഴ്ചപ്പതിപ്പില് നിങ്ങളുടെ ഇതാരും വായിച്ചിട്ടില്ല, ഭാസ്കർ വായിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വാരഫലം ഇതങ്ങ് കിട്ടുന്നതിന് മുമ്പ് ഇതങ്ങ് വായിക്കാൻ എന്തോ ഒരു വെപ്രാളമെന്നറിയാം. വാരഫലം അടുത്ത ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇതറിയാൻ എന്തോ ഒരു വെപ്രാളമെന്നറിയാമോ? നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്ന പോലും പോട്ടെ. പ്രിയമുള്ളവരെ, ഈ കർത്താവ് ഇപ്രകാരം ഒരു മനുഷ്യന് പഴയ നിയമത്തിലും ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ആരാ? മോശയെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. മോശയോട് പറഞ്ഞു, ഈ ജനത്തെ മുഴുവൻ, ഒന്നും രണ്ടും പേരല്ല, ഒരു 10-30 ലക്ഷം പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ? സ്ത്രീകളും കുട്ടികളും എല്ലാവരും പുരുഷന്മാരും എല്ലാം കൂടെ ഒരു 10-30 ലക്ഷം ആളുകൾ. ഇതിനെ എല്ലാം കൂടെ മേയിച്ച് എവിടെ കൊണ്ടുപോകണം? കരാൻ നാട്ടില്. അപ്പം ദൈവം മോശ ചോദിച്ചു, ദൈവമേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. പിന്നെ അത് പുറപ്പാട് പുസ്തകം 33-ന്റെ 13-14 ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു. പുറപ്പാട് 33-ന്റെ 13-14. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മോശ ചോദിച്ചു, നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനായി ചോദിച്ചു. പക്ഷെ ദൈവം മോശയോട് വഴിയൊന്നും പറഞ്ഞു കൊടുത്തില്ല. എന്തുകൊണ്ടാ പറഞ്ഞു കൊടുക്കാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം മോശയോട് പറയുക, മോശേ നിങ്ങളെ 10 ബാധയും കഴിഞ്ഞ് ഫറവോന്റെ ആദ്യജാതൻ മുതൽ സകല ആദിജാതന്മാരെയും കൊന്നൊടുക്കി കഴിഞ്ഞിട്ട് ഫറവോൻ നിങ്ങളെ വിടത്തുള്ളൂ. അതുവരെ അവന്റെ ഹൃദയം ഞാൻ കഠിനമാക്കും. ഈ അത്ഭുതങ്ങളെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ഇസ്രായേൽ മക്കളെ മുഴുവൻ കൊള്ളയിട്ട് സമ്പാദ്യങ്ങളോടുകൂടെ നിങ്ങൾ പുറപ്പെടും. ഇത്രയൊക്കെ മോശ സഹിക്കും അല്ലേ? അത് കഴിഞ്ഞ് ദൈവം മോശയോട് പറയാം, പക്ഷേ ഒരു പ്രശ്നമുണ്ട് മോശേ, ഞാൻ നിങ്ങളെ ഇച്ചിരി ചുറ്റിയാണ് നടത്താൻ പോകുന്നത്. നിങ്ങൾ നേരെ ചെങ്കടലിന്റെ മുമ്പിൽ വരും. ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോ ജനമെല്ലാം നിന്റെ നേരെ പിറുപിറുക്കും. ഫറവോനും സൈന്യവും പുറകെ വരും. അപ്പൊ നീ എന്നോട് നിലവിളിക്കും, ഞാൻ നിന്നോട് പറയും നിന്റെ വടി നീട്ടാൻ. അപ്പോ നീ വടി നീട്ടണം. ചെങ്കടൽ 2 പിള്ളേര്. മോശ എന്താ പറഞ്ഞേന്? സത്യസന്ധമായിട്ട് പറയണം. എന്താ പറയും? കർത്താവ് നടക്കുന്ന കാര്യമല്ലോ പറ. നീ സർവശക്തന, 10 അത്ഭുതങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ശരിയാ. പക്ഷെ ഈ വലിയ ചെങ്കടല് ഞാനൊരു വടി അങ്ങോട്ട് നീട്ടുമ്പോ നീ 2ആയിട്ട് വിഭാഗിച്ച് ഇത്രയും ജനങ്ങള് ഇതിൽ കൂടെ അക്കരെ കടക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നീ വേറെ വല്ലവരെയും നോക്ക്. ഞാൻ ഈ പണിക്കില്ല. ഞാനായിരുന്നെ പറഞ്ഞേനെ. ദൈവം തമ്പുരാൻ അതറിയാം. ദൈവം തമ്പുരാൻ വഴി പറഞ്ഞില്ല. ഇനി ദൈവം തമ്പുരാൻ കൊടുത്ത ഒരൊറ്റ വാഗ്ദത്തമേ ഉള്ളൂ. എന്താ വാഗ്ദത്തം? വായിച്ചാട്ടെ 14. My presence shall come with you. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും. 2025 ദൈവജനത്തിന് നൽകാനുള്ള സാന്നിധ്യം, ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ
ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, നിരാശകൾ വന്നാലും, രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവം പറയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. And I will give you rest. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഇനി നോക്കാം, ദൈവത്തിന്റെ സാന്നിധ്യം മോശയോടുകൂടി ഇരുന്നോ? എല്ലായിടത്തും ഉണ്ടായിരുന്നു അല്ലേ? മോശയോട് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. മോശയോട് ദൈവം ഇതൊക്കെ പറഞ്ഞു. മോശ ഇങ്ങനെ ജനത്തെ കൊണ്ട് പോവുക, പാറയിൽ നിന്ന് വെള്ളം വേണ്ടി വന്ന ജനം പിറുപിറുത്തു. മോശ ആകെ അസ്വസ്ഥമായി. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിനാ പിറുപിറുക്കുന്നത്? പാറയെ അടിക്കാൻ പറഞ്ഞു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവർ മുഴുവൻ കുടിച്ചു. എല്ലാവർക്കും സന്തോഷം അല്ലേ? പിന്നെ മാറയുടെ അനുഭവമൊക്കെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ജനമെല്ലാം പിറുപിറുത്ത് കുറെ കഴിഞ്ഞപ്പോ മോശ തന്നെ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി. മോശ സാധാരണ ഒരു മനുഷ്യനാണ്. മോശ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി. ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങിയിട്ട് എന്ത് സംഭവിച്ചു? ദൈവം മോശയോട് പറഞ്ഞു, മോശേ ഇനി നീ പാറയെ അടിക്കണ്ട, എന്ത് ചെയ്താൽ മതി? കൽപ്പിച്ചാ മതി. പക്ഷെ മോശ എന്ത് ചെയ്തു? കുട്ടത്തെ പാറക്കിട്ട് 2 അടി. ഞാനായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നേ, ഞാൻ പറഞ്ഞേനെ, മോശേ നീ എന്ത് വഴിയാടാ കാണിച്ച്? ഞാൻ നിന്നോട് കൽപ്പിക്കാനല്ല പറഞ്ഞുള്ളൂ. നീ എന്തിനാ പാറയെ അടിച്ച്? എന്നാ പിന്നെ വെള്ളം വരട്ടടാ, വെള്ളം വരുന്നു ഒന്ന് കാണട്ടടാ. പറയൂ, ഞാൻ പറഞ്ഞേനെ, ഞാനായിരുന്നു ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നെ പറഞ്ഞാനെ, മോശേ നീ ഏതായാലും എന്നെ മാനിച്ചില്ലല്ലോ. ഈ ജനത്തിന്റെ മുൻപാകെ നീ എന്റെ കൽപ്പന ലംഘിക്കുകയല്ലേ ചെയ്തേ. പക്ഷെ അതിന് മോശം പിന്നെ വില കൊടുക്കേണ്ടി വന്നു, അത് വേറെ കാര്യം. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് മോശ ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിച്ചപ്പോഴും ദൈവം തന്റെ വാഗ്ദത്തത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണമല്ല ദൈവം നമ്മളോട് ചെയ്യുന്നത്. അവന്റെ കരുണയുടെ ബഹുത്വം നിമിത്തമാണ്, അവന്റെ ദയയുടെ വിശാലത നിമിത്തമാണ്. ഹല്ലേലൂയ. ദൈവം മോശയോടുകൂടി ഇരുന്നു. ഇനിയൊന്ന് ആലോചിച്ച്, എല്ലാം അവസാനമാകുമ്പോ മോശയോട് ദൈവം പറയാ, മോശേ നീയേ ഞാൻ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോ നീ അടിച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. എന്തുവാ? നീ കനാൻ ദേശത്തേക്ക് കടക്കത്തില്ല. എന്തൊരു അനീതിയുള്ള ദൈവമാ! ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ദൈവമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? മോശ ആ സമയത്ത് പിറുപിറുത്തില്ല. ഞാനായിരുന്നേ ദൈവത്തോട് പറഞ്ഞ, തമ്പുരാൻ ഇതാ കിടക്കുന്ന, നീ പിടിച്ചോ. ഞാൻ പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈ ജനത്തെ ഇത്രയും വഹിച്ചുകൊണ്ട് ഞാൻ വരേണ്ട ആവശ്യം എന്തുവാ? നീ എനിക്ക് ഈ വാഗ്ദത്ത നാട്ടില് ജനം കിടക്കും, എന്നെ കിടക്കാൻ നീ സമ്മതിക്കത്തില്ല. ഇതെന്തൊരു അനീതിയാ! മോശ ഒന്നുകൂടെ ചോദിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, മോശ ചോദിക്കണ്ട. മോശ അവിടെ നിർത്തി. ഹല്ലേലൂയ. ദൈവഹിതത്തിന് പ്രിയമുള്ളവരെ, ഓരോ സ്റ്റെപ്പിലും ദൈവത്തിന്റെ സാന്നിധ്യം മോശയോട് കൂടെ ഇരുന്ന് മോശെ ദൈവജനത്തെ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിൽ അതിന്റെ വക്കോളം കൊണ്ടെത്തിക്കുന്നിടം വരെയും ദൈവം മോശയെ നടത്തിയെങ്കിൽ, ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും ദൈവം നൽകുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത വർഷക്കാലം എന്നും സംഭവിച്ചോട്ടെ, പക്ഷേ അതിന്റെ മധ്യത്തിൽ വലിയവനായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, യവൻ സർവശക്തനായവൻ, സർവസമ്പന്നനായവൻ, സകലത്തിനും മതിയായവൻ നിന്നോട് കൂടെ, അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം, അതുകൊണ്ട് നമുക്ക് ബലം പ്രാപിക്കാം. മോശ വാഗ്ദത്ത നാട്ടിൽ കടന്നു. കാരണം മറുരൂപമലയിൽ ഇതാ മിന്നുന്ന തേജസ്സോടുകൂടെ മോശയും ഏലിയാവും വാഴ്ത്തപ്പെട്ട കർത്താവിന് പ്രത്യക്ഷനാകുകയാണ്. പ്രിയമുള്ളവരെ,
അവൻ അന്ന് ജഡപ്രകാരം കടന്നില്ലെങ്കിൽ ഇന്ന് ആത്മാവിൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ മറുരൂപമലയിൽ നിൽക്കത്തക്കോണം ഹല്ലേലൂയ. ദൈവം തന്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം പിൻപറ്റുന്ന ദൈവം, അവൻ വിശ്വസ്തനാ, വാക്ക് മാറാത്തവനാ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ, അവസാനം വരെ നമ്മളെ നടത്താൻ അവൻ ശക്തനും വിശ്വസ്തനും നീതിമാനുമാണ്. ഹല്ലേലൂയ. ഈ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഈ രാത്രികാലം ഒന്നും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. ഹല്ലേലൂയ. നീ എനിക്ക് സ്വസ്ഥത നൽകണം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും സ്വസ്ഥതയോടുകൂടെ നിന്നോടുകൂടെ ജീവിച്ചവസാനിക്കുവാൻ ദൈവമേ അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.